കെട്ടിപ്പടുക്കാൻ പ്രതിജ്ഞാബദ്ധരെന്ന് പാറക്കൽ അബ്ദുള്ള MLA. 10 വർഷത്തെ ദുർഭരണം കൊണ്ടും അഴിമതിയും ധൂർത്തും കൊണ്ടും തകർന്ന കേരളത്തെ സംരക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് പാറക്കൽ അബ്ദുള്ള MLA പ്രസ്താവിച്ചു. വടകര CH സെന്റർ ചെയർമാൻ പാറക്കലിന് CH സെന്റർ വടകര IMA ഹാളിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വടകര താലൂക്ക് ജില്ലാ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് ഒരു അഭയമായി, വിശേഷിച്ച് ഇവിടെ വരുന്ന രോഗികളിൽ ഈ തീരദേശവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് വലിയൊരു മേഖലയുണ്ട്. അവർക്കൊന്നും തന്നെ കടന്നു ചെല്ലാൻ പലപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും പൂർണ്ണമായും എന്തൊക്കെ ഒരു വളണ്ടിയേഴ്സിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, CH സെൻറ്റർ എന്ന സംവിധാനം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അത് കൃത്യമായി ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ബാലാരിഷ്ടതകൾ ഒരുപാടുണ്ടായിരുന്നു, സാമ്പത്തികമായ പ്രതിസന്ധികൾ. ഈ ഇരിക്കുന്ന ഗൾഫ് കമ്മിറ്റികൾ, ബഹ്റൈൻ കമ്മിറ്റിയിലെ ഏതാണ്ട് ആളുകൾ ഇവിടെ ഉണ്ട്. എനിക്ക് വളരെ അടുത്ത് പേഴ്സണലായി ബന്ധമുള്ളവരാണ് എല്ലാ ഗൾഫ് കമ്മിറ്റികളും. ഒരു കമ്മിറ്റിയെ മാത്രം ഞാൻ പറയുന്നില്ല, ഖത്തറായാലും UAE ചാപ്റ്റർ ആയാലും റിയാദ് സൗദിയിലേതായാലും ഒക്കെ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. അവരുടെ ആത്മാർത്ഥമായ സഹകരണം ഇതൊക്കെ വന്നപ്പോൾ വളരെ മനോഹരമായൊരു കെട്ടിടം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അവിടെ ഇപ്പം നമ്മൾ മറ്റേ മെഡി ചാലഞ്ച് വഴി മരുന്ന് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് രോഗികൾക്ക്. പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും വടകരയിലൊരു കേന്ദ്രം, നമ്മളെ ഈ പരിസരത്തൊന്നും ഒരു കേന്ദ്രം ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്തെങ്കിലുമൊക്കെ അപകടം വരുമ്പോൾ, എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വരുമ്പോൾ, പോസ്റ്റ്മോർട്ടം കേസിനൊക്കെ പണ്ടാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് എവിടെയും ആരോട് പറയാൻ തന്നെ ഈ ആശുപത്രിയിൽ. ഇന്നിപ്പോൾ ഒരു ഫോൺ കോൾ ഉണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ എല്ലാം റെഡിയാണ്. അവർക്കിത് ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പോകുന്നത് വരെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കാൻ സദാ സന്നദ്ധരായി നിൽക്കുന്ന ഒരു സംഘം. ഇവിടെ ഇപ്പം ഞാൻ ആദരിച്ച 3-4 പേരുണ്ട്. അവരൊക്കെ തന്നെ ഇതിന് ഒരു സമർപ്പണമാണ്. അതൊരു ഒരു പാർട്ടി എന്നുള്ളതിലൊക്കെ അപ്പുറത്ത് CH സെൻറ്ററിനെ സ്വന്തം ജീവിതമായി കണ്ടുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു സംവിധാനം, അതാണ് CH സെൻറ്റർ വടകരയിൽ ചെറിയ കാലയളവിനുള്ളിൽ വലിയ വിജയമുണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നിങ്ങളിൽ ഒരുവനാണ്. നിങ്ങളീ നൽകുന്ന സ്വീകരണത്തിലും നിങ്ങളീ നൽകുന്ന ഈ ആദരവിനുമൊക്കെ എന്താണ്, സ്വന്തം വീട്ടിലെ ആളുകളോട് നമ്മളൊന്നും പറയാറില്ലല്ലോ. വീട്ടിൽ നമ്മളെ ആദരിക്കുക സ്വീകരിക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടാകാറില്ല. അതുപോലെയാണ് ഞാൻ കാണുന്നത്. നമ്മളെപ്പോഴും ഏത് വിഷയത്തിന് വിളിച്ചാലും ഓടിയെത്തുന്ന, ബന്ധപ്പെടുന്ന ഒരു ടീമായി നിൽക്കുന്ന ഒരു കുടുംബം എന്ന നിലയിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ. പ്രൗഢഗംഭീരമായ സ്വീകരണ സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഉമ്മർ പാണ്ടികശാല ഉദ്ഘാടനം ചെയ്തു. കേവലം തരംഗത്തിലോ ഒഴുക്കിലോ പെട്ട് വിജയിച്ച ജനപ്രതിനിധിയല്ല, മറിച്ച് ഇടതുപക്ഷ കോട്ടകൾ തകർത്ത് ശക്തമായ പോരാട്ടത്തിലൂടെ ശക്തി തെളിയിച്ച വ്യക്തിയാണ് പാറക്കലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഉമ്മർ പാണ്ടികശാല ചൂണ്ടിക്കാട്ടി. നിങ്ങളുടെ ചെയർമാന് നൽകുന്ന സ്വീകരണമാണിവിടെ. പാറക്കൽ അബ്ദുള്ള സാഹിബിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മണ്ഡലത്തിലെ താമസക്കാരൻ, ഇപ്പം കുറ്റ്യാടിയിലെ MLA, നീണ്ടകാലം സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ എമ്പാടും കിട്ടി എന്നുള്ളത് വസ്തുതയാണ്. ഇത്രമാത്രം ഇച്ഛാശക്തിയോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി ഏറ്റെടുക്കുന്ന ചുമതലകളൊക്കെ ഭംഗിയായി നിർവഹിക്കാനുള്ള തൻ്റെടവും കരുത്തും ആത്മാർത്ഥതയും നിസ്വാർത്ഥതയും നിഷ്പക്ഷതയും ഇണങ്ങിച്ചേർന്നിട്ടുള്ള ഒരു വ്യക്തിത്വമായി എനിക്ക് പാറക്കലിനെ വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വർഷത്തെ സൗഹൃദ ബന്ധങ്ങൾ നമ്മൾ തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളെ, ശൈലികളെ, പൊതുപ്രവർത്തന രംഗത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ അദ്ദേഹം സ്വീകരിച്ചു വരുന്ന നിലപാടുകളൊക്കെ നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു വ്യക്തി എന്ന നിലക്ക് എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും അതുപോലുള്ള പ്രവർത്തനങ്ങളും ഇനിയും എമ്പാടുകാലം കിട്ടാൻ സർവശക്തനായ നാഥൻ തുണക്കട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭം പ്രാർത്ഥിക്കുകയാണ്. പാറക്കലിനെ സംബന്ധിച്ചിടത്തോളം അത് ഒഴുക്കിൽപ്പെട്ട് MLA ആയി വന്ന ഒരു MLA അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ മഹാത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒഴുക്കിൽപ്പെട്ട് രക്ഷപ്പെട്ട ഒരുപാട് MLA-മാരുണ്ട്. പക്ഷേ ഇത് കുറ്റ്യാടിയിൽ പരാജയപ്പെട്ട ശേഷം 5 വർഷവും അവിടെ തന്നെ താമസിച്ച് അവിടുത്തെ വിഷയങ്ങളിൽ ഇടപെട്ട് അവിടുത്തെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത് അവിടുത്തെ പാവപ്പെട്ടവരെ സഹായിച്ചു കൊടുത്ത് സ്വന്തമായി സഹായിച്ചു കൊടുത്ത് മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തി സഹായിച്ചു കൊടുത്ത് കുറ്റ്യാടി മണ്ഡലത്തിൻ്റെ മനസ്സ് സ്വന്തം ഹൃദയത്തിൽ ചേർത്ത് വെച്ച് കഠിനാധ്വാനത്തിൻ്റെ വിജയമാണ് ഇത്തവണ പാറക്കലിൻ്റെ കുറ്റ്യാടി വിജയം എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. OK കുഞ്ഞബ്ദുള്ള മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. റിയാദ് KMCC നാദാപുരം കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റികൾക്ക് വേണ്ടി വടകര CH സെന്ററിനുള്ള ഫണ്ട് മുസ്തഫ കുമ്മങ്കോടും ഫുജേറ ഫിഷ് മാർക്കറ്റ് കമ്മിറ്റി സ്വരൂപിച്ച ഫണ്ട് റാഫിയും ബഹ്റൈൻ ചാപ്റ്ററിന് വേണ്ടി വടകര ഗവൺമെന്റ് ആശുപത്രിക്കുള്ള കുടിവെള്ള സമർപ്പണം സെല്ല ഫാഷൻ MD നൌഷാദ് കരുവാണ്ടിയും ബഹ്റൈൻ ചാപ്റ്റർ വക രോഗചികിത്സാ സഹായ ഫണ്ട് ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങരയും ചടങ്ങിൽ വെച്ച് ഏൽപ്പിച്ചു. ചടങ്ങിൽ ആശംസയർപ്പിച്ചുകൊണ്ട് PP ജാഫർ, ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, P സഫിയ, PKC റഷീദ്, AP ഫൈസൽ, ഫൈസൽ കോട്ടപ്പള്ളി, PKC അഫ്സൽ, PM മുസ്തഫ മാസ്റ്റർ, അഫ്നാസ് ചോറോഡ്, സുരയ്യ ടീച്ചർ, OP റഫീഖ്, റസിയ അഷ്റഫ്, സെറീന കേളോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. CH സെന്റർ സെക്രട്ടറി PV അബ്ദുറഹ്മാൻ മക്ക സ്വാഗതവും PP ചെക്കൻ ഹാജി നന്ദിയും പറഞ്ഞു.